name of the movie is Kerala Story 2, but there is no victim from Kerala. सर केरला का कोई विक्टिम नहीं था. No victim from Kerala. Sir, क्वेश्चंस. एक सेकंड रुक जाइए भाई साहब, एक सेकंड. കേരളത്തിന് എന്തിനാണ് ഇൻസൾട്ട് ചെയ്തത്, എന്താണ് ഇങ്ങനെ ഒരു നുണപ്രചരണത്തിന്റെ കാരണം എന്നൊക്കെ ചോദിച്ച ചോദ്യത്തിന് മുന്നിൽ മുട്ടുമടക്കി വറച്ച് തിരിഞ്ഞൊരൊറ്റ വട്ട. ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുന്നേ ഒന്നും വർത്താനം പറഞ്ഞിരുന്നേ. 33,000 പെൺകുട്ടികളെ അങ്ങനെ ആക്കി എന്നുള്ള നുണ അതങ്ങ് സുപ്രീം കോടതി പൊളിച്ചടക്കി. 3 കുട്ടികളുടെ കഥ നിങ്ങൾ 33,000 എന്ന് പറഞ്ഞതിന് 8ന്റെ പണി തരും എന്നുള്ളത്. ഇപ്പൊ ഹൈക്കോടതി പറയുന്നു ടീച്ചറൊക്കെ പിൻവലിച്ച് കണ്ടം വഴി ഓടിക്കോ OMKV എന്നാ പറഞ്ഞേ. കൊള്ളാം അല്ലേ? ഇപ്പൊ ടീച്ചർ വന്ന സമയത്ത് എത്ര ആളുകളാ പ്രതികരിച്ച, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, അതേപോലെ തന്നെ എല്ലാവരും സാധാരണക്കാർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും അങ്ങ് തേച്ചൊട്ടിച്ചപ്പോ, കേരളത്തിലുള്ള ചാണകം ചവിട്ടാത്ത മനുഷ്യന്മാര് തേച്ചൊട്ടിച്ചപ്പോ ഇവർക്ക് മനസ്സിലായി ഇത് 8ന്റെ പണി കിട്ടുന്നുള്ളത്. ഹൈക്കോടതി അങ്ങ് വിധിയും വന്നപ്പോ മൂഞ്ചി തിരിഞ്ഞൊരു മൂലയിലിരിക്കുകയാണ് ഇപ്പോ. നമ്മളെ സമയത്ത് വീഡിയോ ചെയ്യുമ്പോ നമ്മൾ അങ്ങനെ പറഞ്ഞു, ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ പറഞ്ഞു എന്ന രീതിയിലാണ് മാധ്യമങ്ങളടക്കം പറഞ്ഞത്. അതായത് കേരള സ്റ്റോറിക്ക് എതിരെ ഒന്ന് സംസാരിക്കുന്ന മാധ്യമങ്ങൾ നമ്മൾ കണ്ടില്ല. പക്ഷെ ഇന്ന് അതൊക്കെ മാറി. ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടതാണ്, ഒന്ന് കാണാം. കുറെ തെറ്റായ കാര്യങ്ങൾ കേരളത്തിൽ നടന്നു എന്ന രീതിയിൽ പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമയെ ഇപ്പോൾ വിവാദത്തിലാക്കുന്നത്, ആക്ഷേപങ്ങൾക്ക് ഇരയാക്കുന്നത്. അതിൽ ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി അവർ ലഭ്യരാവുകയും ചെയ്തു അണിയറ പ്രവർത്തകർ. കുറെ സ്ത്രീകളെയൊക്കെ തന്നെ ഇവർ കേരള സ്റ്റോറിയുടെ തന്നെ ഭാഗമായി ലവ് ജിഹാദിന്റെ ഇരകളാണെന്നൊക്കെ തന്നെ പറഞ്ഞ് നിരത്തി നിർത്തിയ ഒരു വാർത്താ സമ്മേളനം അണിയറ പ്രവർത്തകർ നടത്തി. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അണിയറ പ്രവർത്തകർ മുങ്ങുന്ന കാഴ്ചയുണ്ടായത്. ആ കൊണ്ടു നിർത്തിയവരാരും തന്നെ മലയാളികളായിരുന്നില്ല, അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അങ്ങനെയെങ്കിൽ ആ ഇരകളുടെ കഥ പറയുന്ന സിനിമയ്ക്ക് എങ്ങനെ കേരള സ്റ്റോറി എന്ന് പേരിടാൻ കഴിയുമെന്ന ചോദ്യം മാത്രമാണ് ബാക്കി. അതൊരു സംഘപരിവാർ പ്രോജക്റ്റ് ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇന്നലത്തെ പൊളിഞ്ഞുപോയ വാർത്താ സമ്മേളനം. എന്താ ഏഷ്യാനെറ്റ് എന്ത് സംഭവിച്ചു? എങ്ങനെ നേരുന്നില്ലല്ലോ 2 ദിവസം മുമ്പ് പറഞ്ഞത്? കേരള സ്റ്റോറി സിനിമ എല്ലാവരും കാണണം, അതാക്കണം ഇതാക്കണം. സന്തോഷ് പണ്ഡിറ്റ് അടക്കമുള്ള ആളുകൾ അതാ പറഞ്ഞത്. പക്ഷെ ഇവിടെയുള്ള ബുദ്ധിയുള്ള ചാണകം ചവിട്ടാത്ത നല്ല മനുഷ്യന്മാര്, അതിൽ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന മറ്റൊരു നേട്ടം കൂടിയുണ്ട്. അതായത് ഇവിടെയുള്ള ഇൻഫ്ലുവൻസേഴ്സിൽ കൂടുതൽ റീച്ചുള്ള ആളുകളൊക്കെ ചാണകം ചവിട്ടാതെ വരാം. അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട്, അവരടക്കം ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ചാണകം ചത്താലും ചവിട്ടൂല എന്നുള്ളത്. അതേപോലെ ഒരുപാട് ആളുകളുണ്ടോ, എനിക്കത് ഭയങ്കര സന്തോഷമായി. ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. ഇപ്പൊ മൂഞ്ചി ഇറങ്ങി അങ്ങ് ഓടുകയാണ്. അതൊന്ന് കാണണ്ടേ? കാണാം. Vipulji, the name of the movie is Kerala Story 2, but there is no victim from Kerala. Sir, There has to be questions from the media. Otherwise, there is no point of you calling them all without taking any questions. नहीं, हमने अपने फोन ये क्या बात है? सर केरला का कोई विक्टिम नहीं था. No victim from Kerala. Sir, क्वेश्चंस. एक सेकंड रुक जाइए भाई साहब, एक सेकंड जस्ट. ചിരിയാ വരുന്നത്. കേരളത്തിൽ നിന്നുള്ള ഒരു വിക്ടിമിനെ പോലും ഇവർ കൊണ്ടുവന്നിട്ടില്ല. കേരളത്തിൽ സംഭവിച്ച ഒരു കഥ എന്ന രീതിയിൽ ഇത് കേരള സ്റ്റോറി എന്നൊരു സിനിമ ഇറക്കുമ്പോ ഒന്നെങ്കിലും പറയണ്ടടാ. ടീസറിൽ നമ്മൾ എല്ലാവരും കണ്ടൊരു കാര്യമുണ്ട്. 3 സ്ത്രീകളും ഒരു പുരുഷനും ഒരു പെൺകുട്ടിയെ പിടിച്ച് ബലപ്രയോഗിച്ച് അതിന്റെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റണത്. ഇതൊക്കെ കേരളത്തിൽ നടന്നതാണെന്നുള്ള ഒരു ഡയലോഗ് അടിക്കുമ്പോഴാണ് കേരളത്തിലുള്ള പെൺകുട്ടികളുണ്ട് ഇറങ്ങുന്നത്. ഞങ്ങൾ അങ്ങനെ പിടിച്ച് തീറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല, പൊറോട്ട കൂട്ടി തന്ന നിങ്ങൾ തിന്നോളാം എന്നുള്ളത് അല്ലേ? ഇവിടെ ബ്രാഹ്മൺസിനോട് ഞങ്ങൾ ആരും പറയാറില്ല നിങ്ങൾ അത് തിന്നണം ഇത് തിന്നണ്ട എന്നുള്ളത്. ഇവിടെ മുസ്ലിങ്ങളോട് ഞങ്ങൾ ആരും പറയാറില്ല നിങ്ങൾ പന്നി തിന്നണമെന്നും ബീഫ് തിന്നണമെന്നൊന്നും അല്ലെ? ക്രൈസ്തവനോട് ഞങ്ങൾ പറയാറില്ല. ഞങ്ങൾ ഈ ഭക്ഷണകാര്യം ശ്രദ്ധിക്കാറ് പോലും ഇല്ല എന്നുള്ളതാ. ഇത് മൊത്തം സംഘികളുടെയാണ് കുഴപ്പം. അവർക്കാണ് ഈ പ്രശ്നം മൊത്തം ഉള്ളത്. അതായത് എന്താണ്, മലപ്പുറം ജില്ലയിൽ പന്നി വിൽപ്പന കേന്ദ്രമില്ല, അതില്ല ഇതില്ല. പെരിന്തൽമണ്ണയിലൊക്കെ ഉണ്ട് ഈ സാധനം. പക്ഷെ ഈ പൊട്ടന്മാര് വെറുതെ അനാവശ്യം വിളിച്ച് പറയാന്നുള്ളതാണേ. ഇവിടെ ഭക്ഷണത്തിന്റെ മുകളിൽ ഒരു പ്രശ്നം ഞങ്ങൾക്കില്ല. പക്ഷെ ഭാവിയിൽ വരാൻ പോണ ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങളെ പന്നിയെ തീറ്റിക്കണമെന്ന് കമന്റ് ബോക്സിൽ കിടന്ന് മെഴുകുന്ന ആളുകളുണ്ടോ? അതാ കണ്ടോളെ. നിങ്ങളൊക്കെ ഭാവിയിൽ ഖേദിക്കാൻ കിടക്കുന്നുള്ളൂ. ഇനിയും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പറയാം. അതായത് മഹാവിഷ്ണുവിന്റെ 10 അവതാരത്തിൽപ്പെട്ട വരാഹം, മത്സ്യമൊക്കെ നാളെ തിന്നണ്ടാന്ന് പറയും. നോർത്ത് ഇന്ത്യയിലൊക്കെ മത്സ്യഭൂത്തൊക്കെ അടിച്ച് പൊളിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് വരാഹത്തിന് മാത്രം ഒരു വേർതിരിവ്? ഭാവിയിൽ പറയും. അപ്പൊ നീ പന്നിയെ തീറ്റിക്കടാ മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞ അതേ ആൾക്ക് സപ്പോർട്ടായിട്ട് നമ്മളൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം കേട്ടോ. നിന്റെ ഭക്ഷണം കഴിക്കരുത് എന്നൊരു ഭരണകൂടം പറയുകയാണെന്നെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ എന്നെ പോലുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കണം. വർഗീയതത്തിന്റെ ഇടയിൽ പറയാതിരിക്കുക കേട്ടാ. ബീഫ് ഫെസ്റ്റ് നടത്തുന്നത് പോലെ പന്നി ഫെസ്റ്റ് നടത്താൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നത്. എടാ പൊന്നു മക്കളെ, ഞങ്ങളിത് കഴിക്കാറില്ല. നീ തന്നാ ഞാൻ തിന്നും, കുഴപ്പമില്ല.
പക്ഷെ മുസ്ലിങ്ങളെ അത് തീറ്റിക്കണം എന്ന് പറഞ്ഞ ആദ്യം അടി അനക്ക് നമ്മളെ കയ്യിൽ നിന്ന് കിട്ടുക. അത് ആദ്യം മനസ്സിലാക്കുക. It's a pan India story. This is a pan India story. Then why? No, it's related to Kerala also, and from Kerala how it's all over India. पहली बार हमने कहानी बनाई तो लोगों ने कहा ये सिर्फ केरल की कहानी है. हमको ये बताना था कि ये सिर्फ केरल में नहीं हो रहा है, ये पूरे देश में हो रहा है. सर इसमें कोई विक्टिम केरला की तो नहीं थी? यहाँ हम लेके नहीं आए क्योंकि पिछली बार हम विपुल जी ने बताया कि पिछली बार हमने 25 विक्टिम्स को केरला से लेके आए. इसके वजह से इस बार नहीं लेके आए. विपुल सर, गवर्नमेंट से कोई सपोर्ट है? Yes, I respect. you are insulting Kerala. No, not at all. अच्छा, I love it. I've done documentaries for Kerala. let me ask you a straight and simple question. On the floor of assembly, the then CM had put a report. Which said, But you But at the same time in Supreme Court the center. if you are going to be blind towards a problem in your state, which is a wonderful state, you are destroying the state. You are responsible, not us. ഞങ്ങളാണ് റെസ്പോൺസിബിൾ. ഓക്കെ, ഞങ്ങളാണ് റെസ്പോൺസിബിൾ അല്ലേ. ഇപ്പൊ ഈ മണ്ടം പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ ISIS ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞ അങ്ങനെ സംഭവം നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ ഡാറ്റ സഹിതം വേണമെങ്കിൽ പറഞ്ഞുതരാം. കോടതി ഈ കാര്യങ്ങൾ NIA കൊണ്ട് അന്വേഷിപ്പിച്ചിരുന്നു, അതേപോലെ തന്നെ പോലീസ് മേധാവികളെ കൊണ്ട് അന്വേഷിച്ചിരുന്നു. പോലീസ് റിപ്പോർട്ട് 2009 കേരള പോലീസും അന്നത്തെ DGP ജേക്കബ് പുന്നൂസും ഹൈക്കോടതി നൽകിയ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാനത്ത് നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നതായിട്ടും സംഘടിതമായിട്ട് ഇത്തരം പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടുമുള്ള തെളിവുകൾ പോലും ഇല്ല എന്നാ പറഞ്ഞേ. അതായത് അങ്ങനെ ഒരു കാര്യമില്ല. ഇനി NIA റിപ്പോർട്ട്. ഹാദിയ കേസിന് പിന്നാലെയാണ് കേരളത്തിലെ സമാനമായ 11 വിവാഹങ്ങളെ കുറിച്ച് NIA അന്വേഷണം നടത്തിയിരുന്നത്. എന്നാൽ ഈ വിവാഹങ്ങളിൽ കുറ്റകരമായ ഗൂഢാലോചനയോ നിർബന്ധിത മതപരിവർത്തനം നടന്നതിന് തെളിവുകളും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അടുത്ത റിപ്പോർട്ട്. ഇനി കേരള പാർലമെന്റിൽ അല്ലെ 2020 സബ്മിറ്റ് ചെയ്ത കാര്യം അല്ലെ, അതല്ലേ പറഞ്ഞേ. 2020 ഫെബ്രുവരിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ ലവ് ജിഹാദ് എന്ന വാക്ക് നിലവിലുള്ള നിയമങ്ങൾ പ്രകാരം നിർവചിക്കപ്പെട്ടിട്ടില്ലെന്നും കേന്ദ്ര ഏജൻസികൾ അത്തരമൊരു കേസ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. ഈ മണ്ടന്മാര് പറഞ്ഞ വാക്കുകൾ അതൊക്കെ ഓൾറെഡി തള്ളി, സുപ്രീം കോടതിയും തള്ളി. ഇതിന് തെളിവുകളും ഇല്ല. അനാവശ്യമായിട്ട് സംഘപരിവാറിന്റെ പ്രൊപ്പഗണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഊളത്തരം വിളിച്ചു പറയാണ്. ഇതിന്റെ പ്രൊഡ്യൂസറും സംവിധായകനും ഒക്കെ ഭയങ്കര ഊളകളാണെന്നുള്ളതാണ്. ഗൂഗിൾ ചെയ്ത് തന്നെ കിട്ടും. ഇവൻ പറയണ 3 വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നത്, അത് പറഞ്ഞിട്ടാണ് ഈ കളിക്കുന്നത്. ഇവിടെ സ്വന്തം ഇഷ്ടപ്രകാരം ഏതവന്റെങ്കിലും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് അവസാനം പണി കിട്ടി തിരിച്ചു വരുമ്പോൾ അത് ലവ് ജിഹാദാണെന്ന് പറയുന്നത് എന്ത് ഊളത്തര. ഓരോ ആളുകളും അങ്ങ് തീരുമാനിക്കുന്നതാണ് ഒരാളെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നതും അങ്ങോട്ട് പോണതൊക്കെ. ജീവിതത്തിൽ ഓരോ മണ്ടത്തരത്തിൽ പോയി പെട്ട് കഴിഞ്ഞിട്ട് അവസാനം അതാണ് ഇതാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ വീഡിയോ കാണുന്ന ആളുകൂടെ എനിക്ക് പറയാനുള്ളത്, പെൺകുട്ടികളോട് ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജെന്യുവിൻ ആയിട്ടാണ് പ്രണയിക്കുന്നതെങ്കിൽ പ്രണയിക്കുക. ഇമാതിരി മറ്റിടത്ത് പരിപാടി കാണിക്കാനാണെങ്കിൽ ചെയ്യാതിരിക്കുക. ഇപ്പൊ നമ്മളെ നാട്ടിനെ കുറിച്ചൊരു കുറ്റം പറയുന്നത് ആ 3 പെൺകുട്ടികൾ ഇങ്ങനെ പോയത് കൊണ്ടാ അല്ലേ. ആ പെൺകുട്ടികളുടെ വീട്ടുകാർ 3 പെൺകുട്ടികളുടെ വീട്ടുകാരും ഹൈക്കോടതി സുപ്രീം കോടതി എവിടൊക്കെ കയറി ഇറങ്ങി. എന്താ NIA പറഞ്ഞറിയോ? അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. തിരിച്ചു കൊണ്ടുവന്നാൽ നാളെ അവർ എന്തുവിടെ കാണിക്കുന്നു പറയാൻ കഴിയില്ല. അത്രമാത്രം തലക്കകത്ത് മതം കുത്തി കയറിയിട്ടുണ്ട് അവർക്ക് എന്നാ പറഞ്ഞേ. ആദ്യം ഇത്തരം പൊട്ടത്തരങ്ങളിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ മക്കളാണെന്നുള്ളതാ. പക്ഷെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. വെറും 3 കാര്യം ഉണ്ടായുള്ളൂ. അതിനുശേഷം ഇതുവരെ ഒരു കേസും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരെ തിരിച്ച് ഇവിടെ മുസ്ലിം പെൺകുട്ടികളെ ഹിന്ദുക്കൾ വളച്ച് കല്യാണം കഴിക്കുന്നില്ല. അതിന് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? എന്തെങ്കിലും രീതിയിൽ നമ്മൾ അതിന് കുറ്റം പറയുന്നുണ്ട്. ഗർഭപാസ് എന്നൊരു കാര്യം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നല്ലാതെ നമ്മളത് ഒരു പ്രൊപ്പഗണ്ട എന്ന രീതിയിൽ പറഞ്ഞു നടക്കുന്നുണ്ട്, രാഷ്ട്രീയപരമായി കൊണ്ടു നടക്കുന്നുണ്ട്? ഇല്ല, ഇല്ലല്ല. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിച്ചു സ്നേഹിച്ചിട്ടൊക്കെ ജീവിക്കും മനുഷ്യന്മാരാണ്. അതിലിങ്ങനെയുള്ള ഒരു അടിച്ചേൽപ്പിക്കലുകളാണ് പറ്റാത്തത്. എന്താണ് അന്ന് ISIS 32,000 പെൺകുട്ടികൾ ചേർന്നാ പറയുന്നത്. സുപ്രീം കോടതി വന്ന് അങ്ങ് 8ന്റെ പണിയാ കൊടുത്തത്. ഇങ്ങനെയുള്ള വൃത്തികേടുകൾ പറയരുതെന്ന് വ്യക്തമാക്കി അന്ന് പണി കൊടുത്ത ടീം തന്നെയാണ് രണ്ടാമത് കേരളവുമായി ബന്ധമില്ലാത്തൊരു കാര്യത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇറക്കുന്നത്. ബാക്കി കാണാം. We are But you bringing the produce problem to you. ladies from You find a Maharashtra, solution. Rajasthan, Sir, Bihar. Sir, in Supreme Court, but the sender itself submit there is no love jihad. Sorry? In Supreme Court, the sender's report was there is no love jihad. Sir, these are 3 victims here जिनके कोर्ट केसेस में लव जिहाद को एस्टैब्लिश किया गया है. So, आप नहीं मानते. You are against the Supreme Court. No, it's not about Supreme Court. Yes, The court कोर्ट का ही के जजमेंट जजमेंट में लिखे हुए हैं, ऑब्जर्वेशंस में लिखे हुए हैं. सेंट्रल गवर्नमेंट की बात की, हमने कोर्ट की बात की. विपुल सर, गवर्नमेंट से कोई सपोर्ट? विपुल सर, इस फिल्म का केरल के चुनाव में कितना असर पड़ेगा? इस फिल्म का केरल के चुनाव में कितना असर पड़ेगा?
हम चुनाव नहीं लड़ते हैं, हम फिल्म मेकर्स हैं। असर क्या पड़ेगा इसका? हम फिल्म मेकर्स हैं, आप हमसे राजनीतिक सवाल न करें। എമ്പുരാൻ എന്ന സിനിമ എടുത്ത ആളുകൾ സിനിമാക്കാരായിരുന്നു കേട്ടോ, പക്ഷെ കത്രിക വീണു. ഇവിടെ കത്രിക ഒന്നും വീണില്ല. കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സിനിമയിൽ ഒരു തേങ്ങാക്കൊലി ഇല്ല എന്ന് ഇവർ തന്നെ അവകാശപ്പെടുന്നു, ഇവർ തന്നെ തുറന്നു പറയുന്നു. പിന്നെ എന്തിനാണ് ഈ ഒരു സിനിമക്ക് കേരള സ്റ്റോറി എന്ന പേരിടുന്നത്? അതാണ് ചോദ്യം. എത്രയും പെട്ടെന്ന് ആ പേരെടുത്ത് മാറ്റുക, അത്രേ പറയാനുള്ളൂ. ഇവിടെ 32,000 പെൺകുട്ടികൾ ഇങ്ങനെ പോയി എന്നൊക്കെ ഇവർ നുണ പറഞ്ഞേ. 3 പെൺകുട്ടികളാണ് കണക്ക് പ്രകാരമുള്ളത്, 3 പെൺകുട്ടികൾ. അത് അവരുടെ വിധി എന്ന് പറയേണ്ടി വരും. ഇനി ഇത്തരം പൊട്ടത്തരങ്ങളിൽ പോയി വീഴാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആരാ? ഈ വീഡിയോ ഒക്കെ കാണുന്ന ആളുകളാണ് അല്ലെ. അതാദ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സ്വന്തം ഉമ്മാനും ഉപ്പാനും ചതിച്ചിട്ടല്ലേ എമ്മാരി കുളത്തരം കാണിക്കാൻ, സ്വന്തം അമ്മയും അച്ഛനെയും ഒക്കെ ചതിച്ചിട്ടല്ലേ എമ്മാരി കുളത്തരത്തിന് പോകുന്നേ. അതാദ്യം മനസ്സിലാക്കുക. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന പരിപാടി മാറ്റുക. ഒരാളുമായിട്ട് പ്രണയത്തിലാവുക എന്നുള്ള കാര്യമൊക്കെ പ്രകൃതി നിയമങ്ങളാണ്. ഒരാണിനൊരു പെണ്ണിനോട് തന്നെയാണ് അട്രാക്ഷൻ തോന്നുക, തിരിച്ചിങ്ങോട്ടും തോന്നും. അതിൽ ജാതി മതമൊന്നും ഇല്ല അല്ലെ. നമുക്ക് ഈ മതവും ജാതിയൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ നമ്മൾ കേവലം മനുഷ്യന്മാരായിരുന്നു. ഒന്നുമില്ലാത്ത മനുഷ്യൻ, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത, വിശപ്പ് മാറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം പാവം ജന്തുക്കളായിരുന്നു നമ്മൾ അല്ലെ. പിന്നീടാണ് ആ ജന്തു സ്വഭാവമൊക്കെ മാറി നമ്മൾ ഓരോ മതത്തിന്റെ ചട്ടക്കൂട്ടിലേക്കും ജാതിയുടെ ചട്ടക്കൂട്ടത്തിലേക്കും മാറിയത്. ആദ്യം ഉണ്ടായത് വിശപ്പാണ്, ആദ്യം ഉണ്ടായത് ഭക്ഷണ, പിന്നീടാണ് ഈ തേങ്ങക്കൊലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഒരു കൂട്ടം മുസ്ലിങ്ങൾ ഹിന്ദു പെൺകുട്ടികളെ വല വെച്ച് വീഴ്ത്താനായിട്ട് നടക്കണമൊന്നുമില്ല. അതേപോലെ ഹിന്ദുക്കളിലും അങ്ങനെ ഇല്ല, ഉണ്ടാവും, ഒറ്റപ്പെട്ട സംഭവമായിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാ വെച്ചാൽ ചില ആളുകൾ മനസ്സിലാക്കി വെക്കുന്ന മണ്ടത്തരം കൊണ്ടാവുന്നതാന്നുള്ളതാണ്. വേറൊന്നും എനിക്ക് പറയാനില്ല. കേരള സ്റ്റോറി കേരളത്തിൽ നടന്ന ഒരു കഥയല്ല, അത് അവർ തന്നെ സമ്മതിക്കുന്നു. ഒന്നാമത്തെ സിനിമ 3 പേർക്കുണ്ടായ സംഭവത്തിനെ ബഹുവൽക്കരിച്ച് കാണിച്ചു. രണ്ടാമത്തെ സിനിമ അത് കേരളവുമായി ഒരു ബന്ധവുമില്ല, അത് ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്, ഇന്ത്യയിൽ പലയിടങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതിനെ കേരള സ്റ്റോറി എന്ന പേരിട്ട് വിളിക്കുന്നത് തമില്ലായ്മയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. പോട്ടെ, ജിമ്മിന് സമയമായി. വീണ്ടും വരാം.